നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചർ ബിയറാണ്. അതായത് ജിഞ്ചറിൻ്റെ ഫ്ലേവറും ചെറിയ മധുരവും അതേപോലെ നാച്ചുറലി കാർബണേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓൺലൈൻ റെസിപ്പികൾ എല്ലാം അവൈലബിൾ ആണെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളൊരു ഈസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ ജിഞ്ചർ ബിയറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ജിഞ്ചർ ബിയർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ജിഞ്ചർ ബഗ് ഉണ്ടാക്കണം. ജിഞ്ചർ ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റിന് പകരം ജിഞ്ചർ തന്നെ പുളിപ്പിച്ചെടുക്കുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ബോട്ടിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കാം. നമുക്ക് ലിറ്റർ വെള്ളം. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 20 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്ത്, അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് എന്നിട്ട് നമുക്ക് ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം. നല്ല രീതിയിൽ എന്നിട്ട് ഇത് കവർ ചെയ്ത് കെട്ടി വെക്കാം. ഇതിങ്ങനെ കെട്ടിവെച്ച ശേഷം ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ സെയിം ഇതേ സമയമാകുമ്പോൾ നമുക്ക് ഇതേ പ്രൊസീജിയർ വീണ്ടും തുടങ്ങണം. അതായത് വെള്ളം ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ട, ബാക്കിയുള്ള ഇഞ്ചിയും പഞ്ചസാരയും ഇതുപോലെ ഇനി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ബഗ് റെഡിയാവും. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ബഗൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 പാത്രം വെള്ളമാണ് വേണ്ടത്. അതായത് ഒരു 1.5 ലിറ്റർ വെള്ളം. 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കൊരു 1/2 കിലോ ഷുഗർ, 1/2 കിലോ അല്ല 600 ഗ്രാം കേട്ടോ, 600 ഗ്രാം ഷുഗർ, ഒരു 120 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇതിട്ടിട്ട് സ്ലോ ഫ്ലെയിമിൽ നമുക്കൊരു 7-8 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങി റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുക്കണം. അതായത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. അപ്പോൾ നമുക്കിത് റൂം ടെമ്പറേച്ചറിലാക്കി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സാധനം ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് ഇതിനകത്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഇഞ്ചിയുടെ ഫ്ലേവർ ആവുന്നതിനേക്കാളും നല്ലത് ഒരു മൈൽഡായിട്ടുള്ള രീതിയിൽ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇത് റൂം ടെമ്പറേച്ചറിലാക്കട്ടെ. അപ്പോൾ ഇത് വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ജിഞ്ചർ ബിയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പം ഇഞ്ചിയും ഇത് നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്തില്ലേ, അപ്പോൾ ആ തിളപ്പിച്ചെടുത്തതിലേക്ക് നേരത്തെ നമ്മൾ ആ ഒരു ഈസ്റ്റിന് പകരമായിട്ട് ഇഞ്ചിയും പഞ്ചസാരയും വെള്ളവും കൂടെ പുളിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസം എടുത്ത് നമ്മളത് പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ പുളിപ്പിച്ചെടുത്ത സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം ഇത് മൊത്തം തണുത്തിരിക്കണം. ഇപ്പോൾ 100 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ട്, ഇതിന് തിളച്ചിരിക്കുമല്ലേ, അത് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കി നല്ല രീതിയിൽ തണുത്തിട്ട് വേണം ആ നമ്മുടെ ജിഞ്ചർ ബഗ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ജിഞ്ചർ ബഗ് എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട, അത് ഇഞ്ചിയും പഞ്ചസാരയും വെള്ളവും കൂടെ പുളിപ്പിച്ചെടുത്ത സാധനമാണ്. നാച്ചുറലായിട്ട് ഈസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ലാക്ടോ ഫെർമെൻറ്റേഷൻ എന്ന് പറയും. അത് നമുക്ക് ഏത് ഫ്രൂട്ടും ഇതുപോലെ ഫെർമെൻറ്റേഷൻ ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഉണ്ടാക്കിയ ജിഞ്ചർ ബഗ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ജിഞ്ചർ ബഗ് ഒഴിച്ചു കൊടുക്കാം. ജിഞ്ചർ ബഗ് ഒരു 220 ml നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ട് ഇതിൽ ഇത്രേ കൊള്ളുള്ളൂ.
അപ്പോൾ നമ്മുടെ ജിഞ്ചർ ബിയറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 2-3 ദിവസം നമുക്ക് ഒന്ന് എടുത്തു വെച്ച് അല്ലെ ഇതിൽ കറക്റ്റായിട്ട് ആ ഒരു ഗ്യാസൊക്കെ കയറി കറക്റ്റ് ആവുള്ളൂ. ഇതിൽ നാച്ചുറലായിട്ടുള്ള ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതൊരു 2-3 ദിവസത്തേക്ക് നമുക്ക് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2-3 ദിവസം നമുക്ക് ഇത് ഓരോ ദിവസം ഇതിൻ്റെ അടപ്പ് തുറന്ന് ഇതിൻ്റെ എയർ കളയണം. എങ്കിൽ മാത്രമേ ഇത് പൊട്ടിത്തെറിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡേഞ്ചറാണ് ഈ സാധനം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് 2 ദിവസം വെച്ച് കാർബണേഷൻ നടത്തിയ ജിഞ്ചർ ബിയറാണിത്. നമുക്ക് വേണമെങ്കിൽ 2-3 ദിവസം വെക്കേണ്ടതാണ്. 2 ദിവസം വെച്ചപ്പോൾ തന്നെ എനിക്ക് തുറന്നു നോക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ദിവസം കൂടുമ്പോഴും ഇതിൻ്റെ അടപ്പ് തുറന്നു വിട്ട് ഗ്യാസ് കളഞ്ഞില്ലെങ്കിൽ ഈ കുപ്പി ചിലപ്പം പൊട്ടിത്തെറിക്കും. അതുപോലെ ഗ്യാസ് കയറുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം അധികം വാച്ച് പഠിക്കാണ്ട് തുറന്നു നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് കയറുന്ന സൗണ്ട് കേൾക്കണമെങ്കിൽ അടുത്ത് പിടിച്ചോ. ഓക്കെ ആണോ? കണ്ട. അപ്പോൾ ഇത് ശരിക്കും ഒരു കോർക്കൊക്കെ ഉള്ള കുപ്പിയിൽ അടച്ചു കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും സാധനം. അതായത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ആ കോർക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ആ ഒരു എയർ ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ആ കോർക്കുള്ള കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണ ഒഴിച്ചു, ആ സാധനം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കുപ്പിയിൽ ഒഴിച്ചത്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ട പതഞ്ഞ് വരുന്നുണ്ട് അത്. കണ്ട ബിയർ പോലെ തന്നെ. നമുക്ക് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. അയ്യോ, അത്രയും മതി. നിനക്ക് ഐസ് കുറവ് പോരെ? കുറച്ച് മതി. എന്നിട്ട് ഇതിലേക്ക് ഇത് ഒഴിക്കുക. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ എല്ലാവർക്കും ഒരു ചിയേഴ്സ്. പിന്നെ ജിഞ്ചർ ബിയർ എന്നൊക്കെ പറയുമ്പം എല്ലാവരും ബിയർ എന്നൊക്കെ കേൾക്കുമ്പം അടിച്ച് വല്ല വാഴച്ചോട്ടിലും കിടക്കാമെന്നുള്ള സെറ്റപ്പിലൊന്നും ഇത് കുടിക്കരുത് കേട്ടോ. ഇതങ്ങനെ ഒരു ആൽക്കഹോൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലല്ല, നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് കാർബണേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ആണ് ബിയർ എന്ന് പറയുന്നത്. അപ്പം ജിഞ്ചർ ബിയർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഹെൽത്തി കൺസെപ്റ്റാണ്, പക്ക ജിഞ്ചറിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട്. ഇതാണ് സാധനം. അപ്പോൾ എല്ലാവർക്കും ചിയേഴ്സ്. ഓക്കെ. പൊളി. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കുക. നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ബിയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.